السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل بر الأمهات من أفضل الطاعات وعقوقهن من أكبر السيئات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبد الله ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن تبع هديه من بعده. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. قال جل في علاه: إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഏറ്റവും നല്ല സുന്ദരമായ ഈ ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു അരുവികളുള്ള സ്വർഗത്തോപ്പ് ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്ന, ജീവിതത്തിൽ അള്ളാഹു തന്ന ആയുഷിൽ ഇഹ്സാനോടുകൂടി നന്മയോടുകൂടി ആളുകൾക്ക് നന്മ ചെയ്ത് കഴിയുന്ന ആളുകളാണ് ആ തഖ്വയുള്ളവരെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആമുഖമായി നമ്മൾ ഓതി വെച്ച സൂറത്ത് ദാരിയാത്തിൽ റബ്ബ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സൗഭാഗ്യരിൽ പടച്ച റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മളാക്കട്ടെ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാനുള്ളവൻ, ആളുകൾക്ക് നന്മ ചെയ്യുന്നവർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഹ്സാൻ, ആ ഒരു നന്മ അത് നൽകേണ്ടത് ആർക്കാണ്? നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നവർ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആള്, ഒരു വ്യക്തി, അത് നമ്മുടെ ഉമ്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെ സംബന്ധിച്ച് നമ്മളെ ഒരുപാട് സ്നേഹിച്ച, ലോകത്ത് നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഉമ്മയാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല. നന്മകളുടെ ഉറവിടമാണ് നമ്മുടെ ഉമ്മ, ബർക്കത്തുകളുടെ കേന്ദ്രമാണ് നമ്മുടെ ഉമ്മ. അള്ളാഹുവിലേക്ക് അവിടുന്ന് ഒരു വിളി ഉയർന്നാൽ, തൻ്റെ പൊന്നുമകൻക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി അവരൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് പരിചയപ്പെടുത്തിയവളാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മ നമുക്കേറെ പ്രിയപ്പെട്ടവരാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഇങ്ങ് കടന്നു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു: അഫീക്കും ഉവൈസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന വ്യക്തിയുണ്ടോ എന്നാണ്. ഉവൈസ് എന്ന വ്യക്തി, ഒരു ജനത, പ്രത്യേകമായൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ആ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളോടൊക്കെ അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ എന്നാണ്. ഉവൈസ് ഇബ്നു ആമിർ. അന്ന് വന്ന സംഘത്തിൽ ഉവൈസ് എന്ന ആളിനെ പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഉവൈസ് എന്ന ആൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചോദിക്കുകയാണ്, അൻത ഉവൈസ്, നിങ്ങളാണോ ഉവൈസ്? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഉവൈസാണ്. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസിനെ ഉവൈസിനെ കേൾപ്പിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, നബിയുടെ പ്രവചനമാണ്, നിങ്ങളുടെ അരികിലേക്ക് ഉവൈസ് ഇബ്നു ആമിർ കടന്നു വന്നാൽ, ലഹു വാലിദ, അയാൾക്ക് ഉമ്മയുണ്ടായിരുന്നു, നല്ല സ്നേഹനിധിയായ, വാത്സല്യധനികയായ ഒരു ഉമ്മയുടെ മകനാണ് ഉവൈസ്. ഹുവ ബിഹാ ബർ, ആ ഉമ്മയോട് നല്ല പുണ്യം ചെയ്യുന്ന സ്നേഹമുള്ള മകനാണ് ഉവൈസ്. റസൂലുള്ളാഹി പരിചയപ്പെടുത്തി, റസൂലുള്ളാഹി കൊടുത്ത സർട്ടിഫിക്കേഷനാണ്. ലൗ അഖ്സമ അലല്ലാഹ് ലഅബറഹു, ആ പുണ്യമകൻ, ആ നല്ല മോൻ, ആ ഉമ്മയെ സ്നേഹിക്കുന്ന ആ നല്ല മകൻ അള്ളാഹുവിനോട് വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുമെന്നാണ്. കാരണം ഉമ്മക്ക് പുണ്യം ചെയ്യുന്ന മകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, ഈമാനിന്റെ നിറകുടമായ രാവുകളിൽ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളുമായി ജീവിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇനിസ്തതഅത, നിനക്ക് സാധിക്കുകയാണെങ്കിൽ, ഉമറ നിനക്ക് കഴിയുകയാണെങ്കിൽ,
ഉവൈസിനോട് നിനക്ക് മഗ്ഫിറത്തിനു വേണ്ടി തേടാൻ നിനക്ക് പറ്റിയാൽ, അഥവാ അല്ലാഹുവേ ഉമറിന് പുറത്തു കൊടുക്കണേ എന്നൊരു വരി ആ പുണ്യദേഹത്തിന്റെ ആ പുണ്യമകന്റെ നാവിൽ നിന്ന് കിട്ടിയാൽ നീ അത് അപ്രകാരം ചെയ്യിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉവൈസിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് മഗ്ഫിറത്തിനു വേണ്ടി തേടണം, എനിക്ക് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് എനിക്ക് മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി ചോദിക്കണമെന്നും ഉവൈസ് അദ്ദേഹത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി തേടിയെന്നും ആ ഹദീസിന്റെ വരികളിൽ കാണാം. സുപരിചിതമായ, നമ്മളൊക്കെ കേട്ടു പരിചയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിന്റെ ആഴവും പരപ്പും ഒരു മകൻ എന്ന നിലക്ക്, ഒരു നല്ല ഉമ്മയോടുള്ള സ്നേഹമുള്ള ഒരു കുട്ടി എന്ന നിലക്ക്, ഒരു വലിയ പ്രായവെത്തിയാലും അവർക്ക് നമ്മൾ ഒരു കുഞ്ഞെന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിടേണ്ട വരികളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പോലും ലോകത്ത് അള്ളാഹു നൽകിയൊരു ഉപദേശം, ഉമ്മമാരെ നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന ഉപദേശമാണ്. അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് കാണാം. ഉമ്മ എന്ന തസ്തികതയിലുള്ള, ഉമ്മ എന്ന ഡെസിഗ്നേഷനുള്ള, ഉമ്മ എന്ന ആ ഉമ്മയുടെ സ്ഥാനമുള്ള ഉമ്മക്ക് വേണ്ടി പുണ്യം ചെയ്യണം അമ്പിയാക്കളെ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തൊട്ടിലിൽ കടന്ന് സംസാരിച്ച വരികളിൽ കാണാം, അള്ളാഹു എനിക്ക് തന്ന വസിയത്താൻ, നിസ്കരിക്കാൻ, സകാത്ത് കൊടുക്കാൻ, മാദും തുഹയ്യ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം, എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയവനാണ് ഞാനെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരികളിൽ മാത്രമല്ല, അമ്പിയാക്കളുടെ ചരിത്രത്തിൽ മുഴുവൻ ആ നന്മയെ നമുക്ക് കാണാനാകും, റബ്ബിൻ്റെ വസിയത്തിനെ കാണാനാകും. അതുകൊണ്ടാണ് ഉമ്മയെ സംബന്ധിച്ച് അള്ളാഹു സംസാരിച്ചപ്പോൾ ഉമ്മ ജീവിതത്തിൽ സഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചും അവർ നമുക്ക് വേണ്ടി എടുത്ത അവരുടെ അധ്വാനങ്ങളെ സംബന്ധിച്ചും അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു മനുഷ്യന് ഞാൻ നൽകുന്ന വസിയത്താണ് അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വസിയത്ത്. പ്രത്യേകിച്ച് ഹമലതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു, അവൻ്റെ ഉമ്മ അവനെ വഹിച്ചു. വഹ്നൻ അലാ വഹ്ൻ, റബ്ബിൻ്റെ വരികൾ വിശാലമാണ്, അർത്ഥവത്തായ വാക്കുകളാണ്. പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം സഹിച്ച് അവളെ നിന്നെ ഗർഭം ചുമന്നു എന്ന് നമ്മളെ കൊണ്ട് റബ്ബ് പാരായണം ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ കാതുകളിലേക്ക് അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹു കേൾപ്പിക്കുന്നു. വഹ്നൻ അലാ വഹൻ, പക്ഷേ ആ പ്രയാസം അവർ മറന്നു. നമ്മുടെ കാല് കണ്ടപ്പോൾ, ആ കുഞ്ഞിക്കാല് കണ്ടപ്പോൾ, ആ കരച്ചിൽ കേട്ടപ്പോൾ അവരെല്ലാ പ്രയാസങ്ങളെയും മറന്നവളാണ്. അവൾ മാറോടടച്ച് അവർ നമ്മളെ നെഞ്ചോട് ചേർത്ത് അവരുടെ നെഞ്ചകങ്ങളിൽ നിന്ന് നമുക്ക് ഊർജം പകർന്നവരാൻ, നമുക്ക് ആശ്വാസവും സമാധാനവും തന്നവരാൻ, ഉറങ്ങാതെ നമുക്ക് വേണ്ടി കാവൽ കടന്നവളാൻ, അവർ നമുക്ക് വേണ്ടി രാവുകളിൽ മുഴുവൻ അവരുടെ ഉറക്കം ത്യജിച്ചവളാൻ, നമ്മൾ കരയുമ്പോൾ നമ്മളെ സമാധാനിപ്പിച്ചവരാൻ. ആ ഉമ്മയുടെ ഓരോ വരികളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വാക്കുകളിലും അള്ളാഹുവിൻ്റെ സംസാരങ്ങളിലും പ്രിയപ്പെട്ടവരെ നമുക്ക് വായിച്ചെടുക്കാനാകും. ഉമ്മയെ ഒരിക്കലും ഉപദ്രവിക്കാനോ അവരെ വേദനിപ്പിക്കുന്ന നോട്ടം നോക്കാനോ അവരെ വേദനിപ്പിക്കുന്ന വാക്ക് പറയാനോ അവരോട് കയർക്കാനോ ഒരു മനുഷ്യന് അവകാശമില്ല. ഒരു വിശ്വാസി എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യന് അവകാശമില്ല. ഒരു വിശ്വാസിയോ അള്ളാഹുവിൻ്റെ കലാം ഓതുന്നവനോ ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ല. ഉമ്മയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി ഉമ്മയോട് ഒച്ചയിടാൻ പാടില്ല. ഉമ്മയോട് അനാദരവായി സംസാരിക്കാൻ പാടില്ല. ഉമ്മയോട് അനാദരവായി ഉമ്മയെ നോക്കാൻ പാടില്ല. ആദരവോടെ, ഏറെ സ്നേഹത്തോടെ, എളിമയോടെ, താഴ്മയോടെ, വിനയത്തോടെ, വാത്സല്യത്തോടെ ഉമ്മയെ പരിചരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉപദേശം. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കൾ എന്നല്ല അവിടെ പറഞ്ഞത്. പ്രത്യേകിച്ച് ആണുങ്ങളാകുമ്പോൾ, ആൺകുട്ടികളാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചാടുന്നത് ഉമ്മയുടെ നേർക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഉമ്മഹാത്തുകൾക്കെതിരെ ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹു ഹറാമാക്കിയതാണ്, നിഷിദ്ധമാക്കിയ കാര്യമാണ്. അവിടെ ഒരിക്കലും ആബാ എന്ന പ്രയോഗം ചിലപ്പോൾ ഉപ്പയോട് അങ്ങനെ കയർക്കുന്നവരുണ്ടാവും, പക്ഷെ അത് കുറവാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കയർക്കലും ഒച്ചയിടലും അവരുടെ അമർഷം തീർക്കലും ഉമ്മയോടാണ്. ആ കാരണം എന്താ? ഉമ്മ
അവരുടെ ഹൃദയം അത്രമേൽ നിർമ്മലമാണ്. നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ചവളെന്നതിനപ്പുറം നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നവരാൻ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് റഹ്മത്ത് ചൊരിയുമാറാവട്ടെ. ആ ഉമ്മമാരെ നമ്മൾ പരിഗണിക്കുമ്പോൾ, ഉമ്മമാരെ സ്നേഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇണകളോട് സ്നേഹം വേണം, മക്കളോട് സ്നേഹം വേണം, സഹോദരന്മാരോട് സ്നേഹം വേണം, ഒക്കെ വേണം. പക്ഷേ ഈ സ്നേഹങ്ങൾക്കിടയിൽ ഉമ്മയുടെ സ്നേഹത്തെ ഒന്ന് താരതമ്യം ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന സമയങ്ങൾ, ഭാര്യമാർക്കും മക്കൾക്കൊക്കെ നമ്മൾ കുറേ സമയം കൊടുക്കും. അവർക്ക് ഒരുപാട്, അവർ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ അവരെ പരമാവധി ശുശ്രൂഷിക്കുക. അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തു പോകും. ഉമ്മാക്ക് അസുഖം വന്നപ്പോ, അല്ലെങ്കിൽ ഉമ്മാക്കൊരു പ്രയാസം വന്നപ്പോ, ഉമ്മാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നപ്പോ നമ്മൾ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലെ അവരോടുള്ള സമീപനങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മളിൽ പരിശോധിക്കുന്നത്. കാരണം കുറച്ചേരം നമ്മളെ കാണാതായാൽ അവർ വേദനിക്കുന്നു, നമ്മുടെ മിണ്ടാട്ടം മുട്ടിയാൽ അവർ വിഷമിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. കുട്ടിന്റെ വിവരമറിയാതെ വിഷമിക്കുന്നവളായിരുന്നു മൂസയുടെ ഉമ്മ എന്ന ആ ഉമ്മയുടെ വൈകാരികതയെ, ആ ഒരു മാനസിക വിഷമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളപ്പെടുത്തിയത്. അങ്ങനത്തെ ഒരു മാനസിക വിഷമമുള്ളവളാണ് ഉമ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്താൻ. നമ്മുടെ വിവരങ്ങൾ അറിയാതെ അവരെ നമ്മൾ വിഷമിപ്പിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഒരിക്കലും ചെന്നെത്താതെ അവർ നമ്മുടെ വിഷയത്തിൽ സങ്കടപ്പെടാൻ പാടില്ല. ഉമ്മയെ പരിഗണിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സംസാരം സുദീർഘമാകുന്നത് വിശുദ്ധ ഖുർആന്റെ പല ആയത്തുകളിലും കാണാം. ആ ഉമ്മയെ സ്നേഹിക്കുമ്പോൾ ഉമ്മക്ക് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ടാകണം. ഉമ്മയുടെ സഹോദരിമാര്, ഉമ്മയുടെ സുഹൃത്തുക്കള്, ഉമ്മയുടെ പ്രിയപ്പെട്ട ആളുകൾ, അവരോടൊക്കെ ബന്ധം ചാർത്തുന്നതും അവർക്ക് നൽകുന്ന നന്മകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രത്യേകിച്ച് ഖാലത്ത്, ഉമ്മാന്റെ സഹോദരി ഉമ്മയുടെ സ്ഥാനമാണെന്ന് പറഞ്ഞു. നമ്മളെ ഉമ്മമാരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉമ്മമാരുടെ സഹോദരിമാരുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക, അവരെ പരിഗണിക്കുക, അവരെ വിളിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് നന്മകൾ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഒരു സഹാബി വന്നു, റസൂലേ, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സുഹ്ബതി, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ നല്ല സ്വഭാവം, എൻ്റെ നല്ല പ്രതികരണങ്ങൾ ഞാൻ ആരോടാണ് കാണിക്കേണ്ടത്? നല്ല സ്വഭാവം ഞാൻ ആരുടെ അടുക്കാണ് എടുക്കേണ്ടത്? ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഉമ്മുക്ക. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഉമ്മ. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഉപ്പ, സുമ്മ അബൂക്ക എന്ന് പറഞ്ഞല്ലോ. അതിലൊരു അത്ഭുതമൊന്നുമില്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായിട്ടാണ് അതിനവിടെ വിശദീകരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനോളം അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന വേറൊരു അമലില്ല എന്ന്. ഏറ്റവും വലിയ അമൽ, ഉത്കൃഷ്ടമായ സൽക്കർമ്മം ഉമ്മാക്ക് പുണ്യം ചെയ്യലാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കൊതിക്കുന്നവൻ അള്ളാഹുവിലേക്ക്, തൻ്റെ മാതാപിതാക്കളിലേക്ക് നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുമ്പോൾ അള്ളാഹു ആ നല്ല സൗഭാഗ്യരിൽ, ആ നല്ല മുഹ്സിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ റഹ്മത്തും മഗ്ഫിറത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് നന്മ ചെയ്യുന്ന സഹോദരിമാരെ, ഈ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു നിധിയാണ് നമ്മുടെ മാതാവ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മാതാവ്. അവരുള്ള കാലം ആ സമ്പത്തിനെ, ആ നന്മയെ, ആ നിധിയെ നല്ല പോലെ കാക്കുക, നല്ല പോലെ പരിചരിക്കുക. കാരണം അവർ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ചെയ്തു കൊടുക്കാമായിരുന്നു, ഇത് ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ സ്നേഹിച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ ചുംബിച്ചാൽ, പിന്നീട് അവർ മരണപ്പെടുന്ന കാലത്ത് എനിക്ക് ചുംബിക്കാമായിരുന്നല്ലോ, അവരെ കൈ ചേർത്ത് എനിക്ക് നടക്കാമായിരുന്നല്ലോ എന്ന വിലാപങ്ങളിൽ ഒരർത്ഥവുമില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പറിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിക്കട്ടെ. 3 തവണ പറഞ്ഞു. ആരാണ് ആ മനുഷ്യൻ? അദറക വാലിദൈ, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മിപ്പുണ്ട്,
ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഉമ്മിപ്പിൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ അവിടെ മൈൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല. അവർ 2 ജീവിതങ്ങൾ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ള നിലക്കാണോ കണക്കാക്കിയത്? മാത്രമല്ല അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അഹദുഹുമാ ഔ കിലാഹുമോ. ചിലപ്പോൾ ഉപ്പ ഉണ്ടാവും, ചിലപ്പോൾ ഉമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവില്ല. ചിലപ്പോൾ 2 ആളും ഉണ്ടാവും. 2 ആളും ഇല്ലാത്ത അവസ്ഥകളുണ്ട് നമ്മളിൽ പലർക്കും. 2 ആളും ഇല്ലാത്തവർ ഈ വരികളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിക്കാൻ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക, റബ്ബേ റഹ്മത്ത് കൊടുക്കണേ, എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെരിയണേ, ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയവരാൻ. ഒരുപാട് നന്മ മരങ്ങൾക്ക് വിത്തൊട്ടവരും ഒരുപാട് നന്മ മരങ്ങളെ പരിപാലിച്ചവരുമാണ് സഹോദരന്മാരെ നമ്മുടെ മാതാപിതാക്കള്. ഓരോ രാജ്യത്തെയും മഹാധീരന്മാരെ ജന്മം നൽകിയവരാണ് നമ്മുടെ മാതാപിതാക്കള്. ഓരോ സമൂഹത്തിനും ഒരുപാട് നന്മകളുള്ള ആളുകളെ സമ്മാനിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കള്. നമുക്ക് എല്ലാ ഐശ്വര്യവും തന്നവരാണ് നമ്മുടെ മാതാപിതാക്കള്. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മ ചെയ്തില്ലയോ, അവർക്ക് പുണ്യം ചെയ്തിട്ടില്ലയോ, അവരെ ഉപദ്രവിച്ചോ, ലം യദ്ഖുലിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ സ്വർഗ്ഗത്തിലില്ല, അവന്റെ പേര് സ്വർഗ്ഗത്തിലില്ല, അവൻ സ്വർഗ്ഗക്കാരിൽ പെട്ടവനല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആമീൻ പറഞ്ഞ വരികളെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഉമ്മയെ സ്നേഹിക്കുക, ഉമ്മമാർക്ക് നന്മകൾ ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നതുണ്ടോ, ജീവിക്കുന്ന കാലത്തും മരണപ്പെട്ട കാലത്ത്, മരണത്തിന് ശേഷവും അവർക്ക് ചെയ്യാനുള്ള നന്മകളുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മളിൽ നിന്ന് ഛേദിക്കപ്പെടും, വിച്ഛേദിക്കപ്പെടും, ഒക്കെ മുറിഞ്ഞു പോകും. ദുനിയാവിൽ നിന്നൊക്കെ കെട്ടിപ്പടുത്തതൊക്കെ പൊളിഞ്ഞു പോകും. ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നത് 3 കാര്യങ്ങളാണ്. റസൂലുള്ള പറഞ്ഞു, ഒന്ന് സദഖത്തുൻ ജാരിയ, ജാരിയയായ സദഖുണ്ടോ, മരിച്ചു കഴിഞ്ഞാലും നമുക്ക് നന്മ ലഭിക്കുന്ന കാര്യമാണ്. ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, നല്ല അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ, മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അത് ഉമ്മാക്കും ഉപ്പാക്കും കിട്ടുന്നതാണ് എന്ന് പറയുന്നത് പോലെ. അഥവാ നമ്മൾ പഠിപ്പിച്ച ഫാത്തിഹ നമ്മുടെ മക്കള് മരണം വരെ ചെല്ലുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൂലിന്റെ അറിവാണ്. ആ അറിവ്, അതുപോലത്തെ അറിവുകൾ വിട്ടേച്ചു പോയാൽ അത് അവൻക്ക് ബാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ ഒരു മോനുണ്ടോ, പ്രാർത്ഥിക്കുന്ന മകൻ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മകനുണ്ടോ, അത് അവന്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ആ ഉമ്മയെ സ്നേഹിക്കുക, ഉമ്മക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകളെ ആദരിക്കുക, ബഹുമാനിക്കുക. പ്രത്യേകിച്ച് ഉമ്മയുടെ സഹോദരിയെ എന്ന് നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്നു, റസൂലേ യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ദംബൻ അളീമൻ, ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തു, ഒരു വലിയ കുറ്റം ഞാൻ ചെയ്തു, ഫഹല്ലി തൗബ, എനിക്ക് തൗബ ഉണ്ടോ, എൻ്റെ തൗബ അല്ലാഹ് സ്വീകരിക്കോ? നബിനോടാ ചോദിക്കുന്നത്. ഇമാം തുർമിദി റിവായത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി എൻ്റെ തൗബ അല്ലാഹ് സ്വീകരിക്കോ, കാരണം ചെയ്തത് വലിയ അപരാധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലക മിൻ ഉമ്മിൻ, ഉമ്മ ഉണ്ടോ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട സഹാബി പറഞ്ഞില്ല, എൻ്റെ ഉമ്മ മരിച്ചതാ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലക മിൻ ഖാല, ഉമ്മന്റെ സഹോദരി ഉണ്ടോ, ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, നഅം. ആ സ്വഹാബി അതെ എന്ന് പറഞ്ഞപ്പോ, ഫബിർറഹ, ഉമ്മയുടെ സഹോദരിക്ക് നീ നന്മ ചെയ്യുക, ഉമ്മയുടെ സഹോദരിക്ക് നീ പുണ്യം ചെയ്യുക. കാരണം അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മയുടെ സഹോദരി ഉമ്മയുടെ സ്ഥാനമാണ്. ഉമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്ന് പഠിപ്പിക്കുമ്പോൾ അപ്പൊ ഉമ്മാന്റെ സ്ഥാനക്ക് എത്ര, ഉമ്മയുടെ മഹത്വം എത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ റസൂലും അള്ളാഹു നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ആ നന്മയുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചിന്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മാതാപിതാക്കളോടൊക്കെ ഉണ്ടായി നമ്മുടെ സമീപനങ്ങളിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും വന്നിട്ടുണ്ടാകും. അള്ളാഹു വിട്ട് കുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ. മാതാപിതാക്കളോടുള്ള വർത്തമാനങ്ങളിൽ, സംസാരങ്ങളിൽ, സ്വഭാവങ്ങളിൽ ഒക്കെ പലപ്പോഴും അപരാധങ്ങൾ, ചിന്മകൾ കടന്നു വന്നിട്ടുണ്ടാകും. അള്ളാഹു വിട്ട് കുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു അവർക്ക് നന്മകൾ കൊടുക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ തഖ്സീറനാ ഫീ ഹഖ്ഖി ഉമ്മഹാതിനാ വർസുഖ്നാ ബിർറഹുന്ന അഹ്യാഅൻ വഅംവാതാ. അല്ലാഹുമ്മ റഹം ഉമ്മഹാതിനാ കമാ റബ്ബൈനാ സിഗാറാ വജ്സിഹന്ന അന്നാ ഖൈറൽ ജസാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിനൻ നിഅമി തമാമഹാ ومن العافية دوامها ومن الخير أكمله ومن اللطف أجمله. اللهم احفظ دولة الإمارات من كل الجهات. اللهم إنا نسأل
نستودعك قيادتنا وأهلها ومن يعيش في على عرضها واحفظ اللهم قواتنا المسلحة وأيدها ووفقها وسددها وانصرها فهي درعنا الحصين وحصننا المكين وسبب في أماننا واطمئناننا. اللهم اجز جنودنا البواسل خير الجزاء وأوفر وأعظم الثواب وأكرم وقو بأسهم وسدد رميهم وانصرهم على عدوك وعدوهم. اللهم عليك بالمعتدين الذين يفسدون في الأرض ولا يصلحون وبعبادك يمكرون وبحرمة الشهر الحرام يستخفون. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وهاديا ومسددا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام العمارات وأولياء عهودهم لما تحبه وترضى. واحفظ اللهم أمنا أم الإمارات الشيخ فاطمة بنت مبارك ومتعها بالصحة والعافية وأدم عليها نعمك ظاهرة وباطنة وبارك في عمرها وعملها واجعل ما تقدمه من خيرات ومبادرات ورعاية للأمهات في ميزان حسناتها. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك. اللهم اشغل شهداء الوطن بواسع رحمتك وارفع درجاتهم في جناتك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.